അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാനിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായി ബാധ്യതയാക്കുന്ന കാര്യമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. സക്കാത്തുൽ ഫിത്ർ അത് പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ ചെറിയ കുട്ടികൾക്കാകട്ടെ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരു വീട്ടിൽ 5 ആളുകളുണ്ട് എങ്കിൽ 5 ആളുകൾക്കും വേണ്ടി ആ വീട്ടിലെ ഗൃഹനാഥൻ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതുണ്ട്. സക്കാത്തുൽ ഫിത്ർ അത് ഓരോ ശരീരത്തിനും ഓരോ വ്യക്തിക്കുമുള്ള സക്കാത്താണ്, സമ്പത്തിൻ്റെ സക്കാത്ത് പോലെയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നിർബന്ധ ബാധ്യതയാണ്. ഇത് നമുക്ക് കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? 1 സാ ആണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 1 സാ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 സാ എന്താണ് കൊടുക്കേണ്ടത്? ഒരു നാട്ടിലെ മുഖ്യ ഭക്ഷണം. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കേരളത്തിലൊക്കെ നമുക്ക് അരി ഭക്ഷണമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ അരി ഭക്ഷണം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 സാ എത്ര കണക്കുണ്ട് എന്നുള്ളതിന് വ്യത്യസ്ത രൂപത്തിൽ, കാരണം സാ എന്ന് പറയുന്ന ഒരു അളവ് പാത്രമാണ്. അപ്പോൾ അതിൻ്റെ സനദുകളിലൂടെ വ്യത്യസ്ത സാ പാത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി പറഞ്ഞതുപോലെ 2 കിലോയും 900 സംതിങ് ഗ്രാമുമാണ്. അതുകൊണ്ട് അവർ സൂക്ഷ്മതയ്ക്ക് 3 കിലോഗ്രാം ഒരു സാ കണക്കാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 1 സാ 3 കിലോഗ്രാം കണക്കാക്കിയാൽ 5 ആളൊരു വീട്ടിലുണ്ട് എങ്കിൽ 15 കിലോ ആയിരിക്കും ആ വീട്ടുകാർ സക്കാത്തുൽ ഫിത്റായി കൊടുക്കേണ്ടി വരിക. അതായിരിക്കും അവർ കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? പാവപ്പെട്ടവരായ ആർക്കും കൊടുക്കാം. സക്കാത്തുൽ ഫിത്ർ അത് പാവപ്പെട്ടവരായ ആർക്കും കൊടുക്കാം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നോമ്പെടുത്ത മുസ്ലിമിൻ്റെ അവൻ്റെ നോമ്പിൽ വന്ന പാകപ്പിഴവുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരാനുള്ള ഒരു മാർഗ്ഗമാണ്. രണ്ടാമത്തേത്, ദരിദ്രരായ ആളുകൾക്ക് അന്ന് പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം ഇല്ലാതെ മറ്റുള്ളവരോട് കൈ നീട്ടേണ്ടതായ യാതൊരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഇനി ആളുകൾക്ക് ചില ഡൗട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നാണ്. സക്കാത്തുൽ ഫിത്ർ സക്കാത്തുൽ മാലുമായി വ്യത്യാസപ്പെടുന്നത് പണ്ഡിതന്മാർ പറയുന്നത്, സമ്പത്തിൻ്റെ സമ്പത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കൽ അഫ്ളൽ. എന്നാൽ സക്കാത്തുൽ ഫിത്ർ മനുഷ്യൻ നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കലാണ് അഫ്ളൽ. അതുകൊണ്ട് തന്നെ വിദേശികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് താമസിക്കുന്നവർ അവിടെ കൊടുക്കലാണ് അവർക്ക് അഫ്ളൽ. എന്നാൽ അവിടെ കൊടുക്കാനുള്ള പ്രയാസങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നാട്ടിൽ കൊടുക്കാവുന്നതാണ്. രണ്ടും സക്കാത്തുൽ മാല് അതും സമ്പത്തില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്നത് പോലെ തന്നെ സക്കാത്തുൽ ഫിത്ർ ആളില്ലാത്ത സ്ഥലത്തേക്കും കൊടുക്കാം. അത് അനുവദനീയമാണ്. അഫ്ളലായ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കൊടുക്കാൻ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം പെരുന്നാൾ ദിവസം, അന്ന് പെരുന്നാളിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള സമയമാണ്. എന്നാൽ അത് പ്രായോഗികമായി വല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തലേ ദിവസം കൊടുക്കാവുന്നതാണ്. 1-2 ദിവസം മുമ്പ് വരെ കൊടുക്കാം എന്ന് സ്വഹാബികൾ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. അതിന് മുമ്പേ തന്നെ കൊടുത്തു വെക്കുക എന്നുള്ളത് പാടില്ല. അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കൊടുക്കുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ ശരിയാവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേഗം തന്നെ, ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് നാട്ടിൽ പെരുന്നാൾ വരുന്നത് എങ്കിൽ അവർക്ക് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ തന്നെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അവർ വ്യാഴാഴ്ച കാത്തുനിന്ന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ശരിയാകാതെ പോകും. ബാറക്കല്ലാഹു ഫീക്കും.